ഞാനിപ്പോ നിൽക്കുന്ന അങ്കമാലി വിനോദ തിയേറ്ററിന്റെ ഫ്രണ്ടിലാണ്. അതെന്ത് സാധനം? സാധനമല്ല, പത്രം. ഞാൻ അതിന്റെ പ്രിന്റർ കം പബ്ലിഷർ കം എഡിറ്റർ കം റിപ്പോർട്ട്. ഞാൻ താനാണ് കക്ഷിയല്ലേ? അതെ, ഞാനാണ്. ദയവ് ഇത് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കും. അങ്കമാലിക്കാരോട് വിനോദ് തിയേറ്ററിനെ പറ്റി പറയേണ്ട കാര്യമില്ല. അങ്കമാലിയിലെ പഴയ വിനോദ് തിയേറ്റർ ST സിനിമാസ് ഏറ്റെടുത്ത് പാതുവ സിനിമാസ് എന്നുള്ള ബ്രാൻഡിംഗ് റീ ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. ഓൾറെഡി ഇതിന്റെ ACP വർക്കിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിൽ തന്നെ അവർ സ്പെക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 4K 3D ഡോൾബി അറ്റ്മോസ്. തൊട്ട് താഴെ തന്നെ 3 സ്ക്രീനാന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കേസ് ഈ വിനോദ് തിയേറ്ററിൽ വന്നിട്ട് ഞാൻ സിനിമ കാണാത്തതുകൊണ്ട് തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ വലുപ്പം എത്രയുണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്റെ ഒരു ഊഹം വെച്ചാണെങ്കിൽ പഴയ തിയേറ്ററുകൾക്ക് ബാൽക്കണി ഉണ്ടല്ലോ, പഴയ വിനോദിലെ ബാൽക്കണി ആയിരിക്കും ST-ക്കാർ മൂന്നാമത്തെ സ്ക്രീനാക്കി മാറ്റാൻ പോകുന്നത്. ഈ സിനിമാസ് ഇവിടെ ബ്രാൻഡിങ് ചെയ്തിരിക്കുന്ന 3 സ്ക്രീനും 4K ഡോൾബി അറ്റ്മോസ് എന്നാണ്. പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. അല്ല, ഇത് ST സിനിമാസ് ആയതുകൊണ്ടാണ് വിശ്വസിക്കാൻ ഒരു പ്രയാസം. 3 സ്ക്രീനും ലേസർ പ്രൊജക്ഷനും ഡോൾബി അറ്റ്മോസും ആയിരിക്കും. ഇതിനകത്ത് 3 സ്ക്രീൻ വരുന്നതുകൊണ്ട് തന്നെ സീറ്റുകളുടെ കാര്യത്തിലാണ് എനിക്ക് സംശയമുള്ളത്. ഈ 3 സ്ക്രീനും വലിയ ഓഡിറ്റോറിയം ആയെങ്കിൽ മാത്രമാണ് നമുക്കൊരു എക്സ്പീരിയൻസ് ലഭിക്കുകയുള്ളൂ. മിനിമം ഒരു സ്ക്രീനിൽ 200 സീറ്റെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടി ആ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. മിക്കവാറും 3 കുഞ്ഞു സ്ക്രീനുകൾ ആവാനായിരിക്കും സാധ്യത. 3 സ്ക്രീനും വലിയ സ്ക്രീനുകളാണെങ്കിൽ അടിപൊളിയായിരിക്കും.